പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ 1201 കന്നിമാസം 12-ാം തീയതി, അതായത് 2025 സെപ്റ്റംബർ മാസം 28-ാം തീയതി രവിവാരം ഞായറാഴ്ച. തൃശ്ശൂർ ഞായറാഴ്ചത്തെ സൂര്യോദയം 6:15, അസ്തമയം വൈകിട്ട് 6:15. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. സുബ്രഹ്മണ്യന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് നാളെ. തലേ ദിവസം ഉച്ചക്ക് അരിഭക്ഷണം കഴിച്ച് വൈകിട്ട് രാത്രിയൊക്കെ അരിഭക്ഷണം ഉപേക്ഷിക്കുക. കാലത്ത് സുബ്രഹ്മണ്യ സ്വാമിക്ക് നിങ്ങൾ നാളെ നല്ല അതിമധുരത്തിൽ കടുംപായസം ചെയ്യണം, വെല്ലം കൊണ്ട്. അപ്രകാരം തന്നെ സുബ്രഹ്മണ്യ ഫോട്ടോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന് വിളക്ക് കത്തിച്ചുകൊണ്ട് ഓം വജത് ഭുവേ നമഃ എന്ന പ്രാർത്ഥന നാളെ നിങ്ങൾക്ക് വളരെയധികം സുബ്രഹ്മണ്യപരമായ അനുഗ്രഹത്തിന് ഏറ്റവും നല്ലതാകുന്നു. അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഷഷ്ഠിവ്രതം ആചരിക്കുന്നത് വളരെ നല്ലതാണ്. സർപ്പപ്രീതിര് അവശ്യമേവ കരണീയം. ആരോഗ്യ പുത്രാപ്തിയെ എന്നാണ് പ്രമാണം. സന്താനശ്രേയസിനും മക്കളുടെ അഭിവൃദ്ധിക്കും രോഗാദി അരിഷ്ടതകൾക്ക് അറുതി വരുത്തുവാനും രാഹു പ്രീതി ചെയ്യുന്നത് വളരെ ഗുണമാണ്. രാഹു ശരീരത്തിൽ നാഡീ ഞരമ്പുകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പലപ്പോഴും രാഹുവിൻ്റെ ദശാപഹാരങ്ങളിൽ കാര്യമായി ന്യൂറോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, 7-ാം ഭാവത്തിലാണെങ്കിൽ പല്ലുകൾക്ക് ബുദ്ധിമുട്ട്, അഷ്ടമ ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ ഗുഹ്യസംബന്ധമായ രോഗങ്ങളൊക്കെ തന്നെ വരും. പൈൽസിൻ്റെ അസ്വസ്ഥത വന്നു എന്ന് വരാം. പക്ഷേ നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നാളെ തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട ശുഭകാര്യങ്ങൾക്കൊന്നും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. യമൻ ഉദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ വിതക്കിൽ വെളിയാഭൂമോ യാത്ര പോകിലവൻ വരാ. ഒരു വ്യക്തി യാത്ര പോയാൽ തിരിച്ചു വരാത്ത 7 നക്ഷത്രങ്ങളാണ്. അതിലൊരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, മുപ്പൂരം, പൂരം, പൂരാടം, പുരുരുട്ടാതി, തൃക്കേട്ട, ഈ 7 നാളുകൾ വിത്തിട്ടാൽ പൊടിക്കില്ല. യാത്ര പോയ വ്യക്തി തിരിച്ചു വരില്ല. അതിനാൽ യാത്രക്ക് നാളത്തെ ദിനം അനുവദനീയമല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, മറ്റെല്ലാ വിഷയങ്ങൾക്കും നാളെ മറ്റ് പല കാര്യങ്ങൾക്കും വളരെ ഗുണപരമായ ദിനമാണെന്നറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.